2025 നടക്കാൻ പോകുന്ന ശനിമാറ്റവും വ്യാഴമാറ്റവും മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. 2.5 വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിയും 1 വർഷക്കാലം ഒരേ രാശിയിൽ നിന്ന് മാറുന്ന വ്യാഴവും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. 2025 നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് ശനി സംക്രമിക്കുമ്പോൾ ഒരു നല്ല മാറ്റം തന്നെ അനുഭവപ്പെടുന്നതായിരിക്കും. മകരവും 2-ാം ഭാവം ഭരിക്കുന്ന ശനി 3-ാം ഭാവത്തിൽ പൊതുവെ അനുകൂലമായ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് ശനി 3, 6, 11 ഭാവങ്ങളിൽ വരുന്നത് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുക. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മകരം രാശിക്കാർക്ക് 3-ാം ഭാവത്തിലേക്ക് വരുന്ന ശനി തീർച്ചയായും നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സ്ഥാനത്ത് നിന്ന് ശനി നിങ്ങളുടെ 5, 9, 12 ഭാവങ്ങളെ വീക്ഷിക്കും. ചെറിയ യാത്രകളും സാധ്യതയുള്ള വിദേശ യാത്രകളും അതുപോലെ തന്നെ സ്ഥലമാറ്റങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു വർഷം ഇതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള സ്ഥലമാറ്റം, ജോലിയിൽ ഉയർച്ച, സഹോദരങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കൽ, ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്ന ഒന്ന്. മതപരവും ആത്മീയപരവുമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വർദ്ധിച്ചു വരുന്ന താല്പര്യം കണ്ടെത്തും. ശനി അയർകാരകനും ആത്മകാരകനും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും അവരുമായുള്ള നിങ്ങളുടെ ബന്ധം പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നതായിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് കാര്യമായ പുരോഗതി കൈവരിക്കും. വിദ്യാഭ്യാസത്തിലൊക്കെ വളരെയധികം ഉയർച്ച കൈവരുന്നതാണ്. കൂടാതെ വിദേശത്ത് പോയി വിദ്യാഭ്യാസം ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ അനുകൂലമായ ഫലമാണ് 2025 മാർച്ച് 29 ശേഷം വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയം വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. കൂടാതെ നിങ്ങളുടെ ഈ ഒരു ട്രാൻസിറ്റ് പ്രകാരം ജൂലൈ മുതൽ നവംബർ മാസം വരെ ദഹന പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പുറത്തുപോയി ജോലി ചെയ്യുന്നവർക്കും സെയിൽസ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ചെറിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ദഹനപരമായിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് കഴിക്കുക. കൂടുതലും വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഈ സമയങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നവംബറിന് ശേഷം സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനവും പ്രയത്നവും ഈ സമയത്ത് വിജയം കൈവരിക്കുന്നതിനുള്ള താക്കോലായിരിക്കും. ശനി സംക്രമം 2025 ലാഭം പരമാവധിയാക്കാൻ കണക്കുകൂട്ടി അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ ബിസിനസ്സിൽ തയ്യാറായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ബിസിനസ്സിലെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനി ഇവരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മകരം രാശിയുടെ 3-ാമത്തെയും 12-ാമത്തെയും ഭാവങ്ങളെ വ്യാഴം ഭരിക്കുന്നു. വ്യാഴം 2025 6-ാമത്തെ ഭാവത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ജോലിയിൽ അത്ഭുതകരമായ വിജയം കൈവരിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിച്ചേക്കാം. എന്നതിനാൽ ഈ സമയത്ത് ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ പരിവർത്തനം മുന്നറിയിപ്പ് നൽകുന്നത് ആമാശയവും അസിഡിറ്റിയും, ദഹനക്കേട്, ദഹനപ്രശ്നങ്ങൾ, കൊഴുപ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, കൊളസ്ട്രോളിന്റെ വർധനവ് എന്നിവയെല്ലാം വരാനുള്ള സാധ്യതകളെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ശനിമാറ്റത്തിൽ നമ്മളത് പറഞ്ഞിരുന്നതുകൊണ്ട് കുറച്ച് നല്ല രീതിയിലൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഈ കാലയളവിൽ ചെലവുകൾ കുറച്ച് ഉയരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അലസതയെ മറികടക്കാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. എതിരാളികൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. എന്നിരുന്നാലും ശനി 3 നിന്ന് നിങ്ങളെ സഹായിക്കുന്നതിനാൽ എതിരാളികൾക്ക് മേലുള്ള ജയം നിങ്ങൾക്ക് സാധ്യമാണ്. കൂടാതെ വ്യാഴസംക്രമം 2025 എന്നിരുന്നാലും ഒക്ടോബറിൽ വ്യാഴം 7-ാമത്തെ ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ എതിരാളികളെ എല്ലാം നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പിന്തുണയ്ക്കും. വിവാഹബന്ധങ്ങളിൽ വളർച്ചയുണ്ടാവും. നിങ്ങളും അവരും തമ്മിലുള്ള അടുപ്പം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അവിവാഹിതർക്ക് വിവാഹത്തിന് അവസരമുണ്ടാകും. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബിസിനസ് പോലെ നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളും മെച്ചപ്പെടുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് പുരോഗതി, മികച്ച അവസരങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനെ തുടർന്ന് ഡിസംബറിൽ 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ വീണ്ടുമുള്ള വരവ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് 6-ാം ഭാവമായതുകൊണ്ട്, ശത്രുഭാവമായതുകൊണ്ട് തൊഴിൽ ഇടങ്ങളിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷനൊക്കെ അവിടെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്.
എല്ലാ തരത്തിലും നോക്കുമ്പോൾ മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ഒരു ശനിമാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത്.